ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് പ്രവർത്തനം 1 നോക്കാം. ചിത്രം നിരീക്ഷിക്കുക. ചുമരിൽ തൂക്കിയിട്ട് ഈ ഭൂപടത്തിൽ ദിശ എങ്ങനെ കണ്ടെത്താം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഭാഗം നോക്കൂ, മുകൾ ഭാഗം. മുകൾ ഭാഗം. അപ്പോൾ ഏതായിരിക്കും ദിശ? നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? വടക്ക് ദിശയാണല്ലേ. ഏത് ദിശയാണ് വരുന്നത്? വടക്ക് ദിശ. ദെൻ ചുവടുഭാഗം എന്ന് പറയുമ്പോൾ തെക്ക് ദിശ. ദെൻ വലതുഭാഗം പടിഞ്ഞാറു ദിശ. ഇടതുഭാഗമോ കിഴക്കു ദിശയാണല്ലേ. ഓക്കെ, ദെൻ ദിശ അറിയാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിൻ്റെ പേര് എഴുതുക. എന്താണ്? ദിശ അറിയാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിൻ്റെ പേര് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഏത് ഉപകരണം നമുക്ക് എഴുതാം? അതെ, വടക്കു നോക്കി യന്ത്രം എഴുതാമല്ലോ. ആൻസർ എന്താണ്? വടക്കു നോക്കി യന്ത്രം. ദെൻ രണ്ടാമത്തെ ചോദ്യം നോക്കൂ. വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കൂ. തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളാണല്ലേ ഇവിടെ നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് എന്താണ്? തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം. നെക്സ്റ്റ് ഏതായിരിക്കും വരിക? അതെ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ. ദെൻ പത്രിക സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. ദെൻ നെക്സ്റ്റ് എന്താണ്? വോട്ടെടുപ്പാണല്ലേ. എന്താണ്? വോട്ടെടുപ്പ്. ദെൻ ലാസ്റ്റ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. അപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ കൃത്യമായ ക്രമത്തിൽ കൂട്ടുകാർ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ദെൻ തിരഞ്ഞെടുപ്പിൻ്റെ ഏതെങ്കിലും 3 ധർമ്മങ്ങൾ എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും 3 ധർമ്മങ്ങൾ നമുക്ക് എഴുതാം. നിങ്ങൾ എന്ത് ചെയ്യുക? ഏതെങ്കിലും 3 എഴുതുക. അവിടെ 5 നൽകുന്നുണ്ട്. കൂട്ടുകാർ ഏതെങ്കിലും 3 എഴുതുക. ഓക്കെ, ഇതൊന്ന് നമുക്ക് എഴുതാം. ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നു. 2 എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു. 3 ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു. 4 ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു. 5 വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. അപ്പോൾ ഇതിലേതെങ്കിലും 3 ധർമ്മങ്ങൾ കൂട്ടുകാർ പഠിച്ചു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 3 നോക്കൂ. ചക്രങ്ങളുടെ കണ്ടുപിടുത്തം മനുഷ്യജീവിതത്തിൽ വരുത്തിയ ചില മാറ്റങ്ങൾ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. ചിത്രങ്ങൾ കണ്ടല്ലോ. ഇവിടെ ഫസ്റ്റ് നോക്കൂ. വണ്ടി വലിച്ചു കൊണ്ടുപോവുകയാണല്ലേ. മറ്റേതോ സാധനങ്ങളുടെ വണ്ടി എന്താണ്? മൃഗങ്ങളാണ് വലിച്ചു കൊണ്ടുപോകുന്നതല്ലേ. ഓക്കെ, മറ്റെന്തെല്ലാം മാറ്റങ്ങളാണ് ചക്രങ്ങളുടെ വരവോടെ മനുഷ്യജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്? കുറിപ്പ് തയ്യാറാക്കുക. എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? നമുക്കറിയാം, സഞ്ചാരം വേഗത്തിലായല്ലേ. അതുപോലെ തന്നെ എന്താണ്? കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിഞ്ഞു, അധ്വാന ഭാരം കുറഞ്ഞു, കൂടുതൽ സാധനങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞു. അപ്പോൾ ചക്രങ്ങളുടെ വരവോടെ മനുഷ്യജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എന്തൊക്കെയാണ്? സഞ്ചാരം വേഗത്തിലായി, കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിഞ്ഞു, അധ്വാന ഭാരം കുറഞ്ഞു, കൂടുതൽ സാധനങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഇന്ന് നാം ഉപയോഗിക്കുന്ന 3 പ്രധാന ഗതാഗത മാർഗങ്ങളും അവയ്ക്കുള്ള ഓരോ ഉദാഹരണങ്ങളും ചേർത്ത് പട്ടികപ്പെടുത്തുക. അപ്പോൾ ഇന്ന് നാം ഉപയോഗിക്കുന്ന 3 പ്രധാന ഗതാഗത മാർഗങ്ങളും എഴുതണം, അവയ്ക്കുള്ള ഓരോ ഉദാഹരണവും എഴുതണം അല്ലേ. ഇന്ന് നാം ഉപയോഗിക്കുന്ന 3 പ്രധാന ഗതാഗത മാർഗങ്ങൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ? കരഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം. അപ്പോൾ കരഗതാഗതത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് എന്ത് എഴുതാം? റോഡ് ഗതാഗതം എഴുതാം അല്ലേ. ജലഗതാഗതം, സമുദ്ര ഗതാഗതം. ദെൻ വ്യോമഗതാഗതം, ദേശീയ വ്യോമ ഗതാഗതം. ദെൻ ലോകത്തെ 2ാമത്തെ വലിയ റോഡ് ശൃംഖല ഏത് രാജ്യത്താണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. ചൈന, ഇന്ത്യ, ഇംഗ്ലണ്ട്, ജർമ്മനി. ഏത് രാജ്യത്താണ് കൂട്ടുകാരെ? ഏതാണ്? അതെ, ഇന്ത്യയാണല്ലേ. ലോകത്തെ 2ാമത്തെ വലിയ റോഡ് ശൃംഖല ഏത് രാജ്യത്താണ്? ഇന്ത്യയിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാനാണല്ലേ പ്രവർത്തനം 4. എന്താണ്? വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കൂ. ജനാധിപത്യ സംവിധാനത്തിൽ എന്തിനെക്കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത്? ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത് അല്ലേ. നോക്കൂ, ജനാധിപത്യ സംവിധാനത്തിൽ ദേശപരമായ അധികാരം എന്ന് നൽകിയിട്ടുണ്ട്. അവിടെ എന്താണ് വരുന്നത്? എന്തായിരിക്കും വരിക? ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. നിയമത്തിനു മുന്നിൽ എല്ലാവർക്കും ഉറപ്പുവരുത്തുന്ന നിയമം വായിച്ച തുല്യത ഉറപ്പുവരുത്തുന്ന
നീതിവാഴ്ച, അങ്ങനെയല്ലേ വരേണ്ടത്. ദെൻ സ്വതന്ത്രവും നീതിപൂർവകവുമായ അവിടെ എന്താ വരുന്നത്? തെരഞ്ഞെടുപ്പ്. ദെൻ ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ. ദെൻ ഗവൺമെൻറ്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഈ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാൻ കൂട്ടുകാർ എന്ത് ചെയ്യണം? ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ നന്നായി പഠിച്ചു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 5. വാർത്തകളും സന്ദേശങ്ങളും പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന ആശയവിനിമയ മാർഗങ്ങളിലൊന്നാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ആദിമ മനുഷ്യർ ആശയങ്ങൾ കൈമാറാൻ ഉപയോഗിച്ചിരുന്ന മാർഗങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ മാർഗങ്ങളിലൂടെയായിരുന്നു? ശരീരമുഖചലനങ്ങളുണ്ട്, അതുപോലെ തന്നെ തീയും പുകയും അതുപോലെ ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടും എന്താണ് ആശയങ്ങൾ കൈമാറിയിരുന്നല്ലേ. അപ്പോൾ പണ്ട് കാലത്ത് ഏതാണ് ആദിമ മനുഷ്യർ ആശയങ്ങൾ കൈമാറാൻ ഉപയോഗിച്ചിരുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ്? ശരീരമുഖചലനങ്ങൾ, തീയും പുകയും ചിഹ്നങ്ങൾ. ദെൻ സുമേറിയക്കാർ വികസിപ്പിച്ചെടുത്ത ലിപി അറിയപ്പെടുന്നത് ഹൈറോഗ്ലിഫിക്സ്, ക്യൂണിഫോം, സംസ്കൃതം, ചൈനീസ്. ഇവയിൽ ഏതാണ്? അതെ, ക്യൂണിഫോം ആണല്ലേ. ആൻസർ എന്താണ്? ക്യൂണിഫോം. ദെൻ ആധുനിക കാലത്ത് വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നതിന് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്തെല്ലാമാണ് ആധുനിക കാലത്ത്? അതായത് ഈ കാലത്ത് ഏതൊക്കെ വാർത്തകളും സന്ദേശങ്ങളും കൈമാറാൻ നമ്മൾ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്തെല്ലാമാണ് കൂട്ടുകാരെ? ഫോണുണ്ടല്ലേ, അതുപോലെ തന്നെ കത്ത്, ടെലിവിഷൻ, ഓൺലൈൻ സംവിധാനങ്ങൾ, പത്രങ്ങൾ. എന്തൊക്കെയാണ്? ഫോണ്, കത്ത്, ടെലിവിഷൻ, ഓൺലൈൻ സംവിധാനങ്ങൾ, പത്രങ്ങൾ. ഓക്കെ, ഇത് നെക്സ്റ്റ് പ്രവർത്തനം 6 നമുക്ക് നോക്കാം. ചിത്രം നിരീക്ഷിച്ച് ചുവടെ ചേർക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തുക. എന്താണ്? ചിത്രം നിരീക്ഷിച്ച് ചുവടെ ചേർക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തുക. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ഏതാണ്? ബംഗാൾ ഉൾക്കടലാണല്ലേ. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ഏതാണ് കൂട്ടുകാരെ? ബംഗാൾ ഉൾക്കടൽ. ദെൻ ഇന്ത്യയുടെ പടിഞ്ഞാറു ഭാഗത്തുള്ള കടൽ ഏതാണ്? അതെ, അറബിക്കടൽ. ഇന്ത്യയുടെ തെക്കു ഭാഗത്തുള്ള ഒരു അയൽരാജ്യം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏതെഴുതും? നമുക്ക് ശ്രീലങ്ക എഴുതാമല്ലേ. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം മാഹി. ദെൻ അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് ഭാഗത്താണ്? ഭൂപടം നോക്കൂ. ഏത് ഭാഗത്താണ്? വടക്ക് കിഴക്ക് ഭാഗമല്ലേ. യെസ്, അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു? യെസ്, വടക്ക് കിഴക്ക് ഭാഗം. ദെൻ പ്രവർത്തനം 7 നോക്കാം. കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപരേഖ നിരീക്ഷിച്ചല്ലോ. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ചിത്രമാണല്ലോ ഇവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, തന്നിരിക്കുന്ന സൂചികകൾ ഭൂപടത്തിലെ എന്തിനെയെല്ലാം സൂചിപ്പിക്കുന്നു എന്ന് കണ്ടെത്തുക. അപ്പോൾ നമുക്കിവിടെ ഒരു ബോക്സിലായിട്ട് സൂചികകൾ നൽകിയിട്ടുണ്ട്. അത് എന്തെല്ലാമാണ് സൂചിപ്പിക്കുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഫസ്റ്റ് വൺ നോക്കൂ, എന്താണത്? യെസ്, ജില്ലാ അതിർത്തിയാണ്. ദെൻ പഞ്ചായത്ത് അതിർത്തി, റെയിൽപാത, നദി. എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ജില്ലാ അതിർത്തി, ദെൻ നെക്സ്റ്റ് പഞ്ചായത്ത് അതിർത്തി, ദെൻ റെയിൽപാത, നദി. ദെൻ ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായി കടന്നു പോകുന്ന പ്രധാന ഗതാഗത മാർഗം ഏതാണ്? യെസ്, റെയിൽപാതയാണല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ഏതാണ് കൂട്ടുകാരെ? ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായി കടന്നു പോകുന്ന പ്രധാന ഗതാഗത മാർഗം അതെ, റെയിൽപാതയാണ്. ദെൻ നിങ്ങളുടെ സ്വന്തം നാട്ടിലെ 2 ഭൂമിശാസ്ത്ര സവിശേഷതകൾ പട്ടികപ്പെടുത്തുക. അപ്പോൾ എന്ത് ചെയ്താൽ മതി കൂട്ടുകാർ? ഏതെങ്കിലും 2 എഴുതിയാൽ മതി. നിങ്ങളുടെ നാട്ടിലെ അല്ലേ എന്തെങ്കിലും 2 ഭൂമിശാസ്ത്ര സവിശേഷതകൾ പട്ടികപ്പെടുത്തി എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.